മറ്റൊരു പ്രോബ്ലം സെക്ഷൻ ഓഫ് സോളിഡ്സിൻ്റെ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ പ്ലെയിൻ വി പിക്കാണ് ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത്, എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ട്രേസ് ആണ്, എക്സ് വൈലിന് താഴെയാണ് നമ്മൾ ആ ട്രേസ് വരയ്ക്കാനുള്ളത് എന്നുള്ള കാര്യം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന കാര്യം നേരത്തെ നമ്മൾ വലതുവശത്തോട് ചേർന്ന് താഴെയാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇടതുവശത്തോട് ചേർന്നിട്ട് മുകളിൽ ആയിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് പോവാം. എന്താ പറഞ്ഞിരിക്കുന്നത്? എ സ്ക്വയർ പിരമിഡ്. അപ്പോൾ സ്ക്വയർ പിരമിഡാണ്, ബേസ് 30 mm. അപ്പോൾ ബേസ് സൈഡ് 30 mm ആണ്, ആക്സിസ് 60 mm, മുകളിലേക്കുള്ള നീളം 60 mm ആണ്. ഈസ് റെസ്റ്റിംഗ് ഓൺ ദി ഗ്രൗണ്ട് ഓൺ ഇറ്റ്സ് ബേസ്. അപ്പോൾ ഗ്രൗണ്ടിൽ, അതായത് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എച്ച് പിയിൽ ബേസ് വരുന്ന രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, റെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താ പറയുന്നത്? 2 ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഈസ് ഈക്വലി ഇൻക്ലൈൻ ടു വി പി. അതായത് ഇതാണ് ഇപ്പം എൻ്റെ വി പി എന്ന് വിചാരിക്കുക, ഇതാണ് എൻ്റെ എച്ച് പി എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ആ താഴത്തെ ഭാഗം മാത്രമാണ്, ബേസ് മാത്രമാണ് വരയ്ക്കുന്നത്. ഈക്വലി ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ബേസ് എഡ്ജ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് സ്ക്വയർ പിരമിഡ്, ഇങ്ങനെയാണ് ബേസ് എഡ്ജ് ഉണ്ടാവുക. ഓക്കെ, അതായത് വി പിക്ക് ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ പിരമിഡ് ഇങ്ങനെ പിരമിഡ് ഉണ്ടാവും. അപ്പം ഈ എഡ്ജും വി പിക്ക് ഈക്വലി ഇൻക്ലൈൻഡ് ആവണമെങ്കിൽ ഈ ആംഗിൾ 45 ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ ആംഗിളും എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ രണ്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? അപ്പോൾ അതാണ് ആ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഈക്വൽ ഇൻക്ലൈൻ ടു വി പി ആൻഡ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി. അപ്പോൾ എന്താ ഉള്ളത് ഇവിടെ? എച്ച് ടി ആണ്, ഹൊറിസോണ്ടൽ ട്രേസ് ആണ് നമുക്കുള്ളത്. അതായത് എക്സ് ലൈനിന് താഴെയാണ് ആ കട്ടിംഗ് പ്ലെയിൻ ലൈൻ ഞാൻ വരയ്ക്കേണ്ടത്. ഇൻക്ലൈൻ ടു വി പി അറ്റ് 60 ഡിഗ്രി. അപ്പോൾ 5 ആണ് തന്നിരിക്കുന്നത്, 60 ഡിഗ്രി എന്ന്. പാസിംഗ് ത്രൂ എ പോയിന്റ് 5 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി ആക്സിസ്. അപ്പം ഏത് കൂടെ പാസ് ചെയ്യുന്നു എന്നുള്ള കാര്യവും എനിക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സോ ദിസ് ഇസ് മൈ, ഇതാണ് എൻ്റെ എന്ത്? എക്സ് വൈ. ദിസ് ഇസ് മൈ എക്സ് വൈ ലൈൻ. എങ്ങനെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് വൈ ലൈനിന് പാരലായിട്ട് തിൻ ലൈൻ വരച്ച് വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടുന്ന് 45 ഡിഗ്രി, ഈ ലൈനിന് 45 ഡിഗ്രിയിൽ ഇങ്ങോട്ടേക്ക് തിൻ ലൈൻ വരയ്ക്കാം. എല്ലാം 2H പെൻസിലുണ്ട് വരക്കേണ്ടത്, സെക്ഷൻ എല്ലാം 2H പെൻസിലുണ്ട് വരക്കേണ്ടത്. ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യുക? 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ച് വെച്ചേക്കാം. ഓക്കെ, ഈ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഇതും 45 ഡിഗ്രിയാണ്. ഈക്വലി ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബേസിൻ്റെ ലെങ്ത് എത്രയാണത്? 30 mm. ഓക്കെ, കുറച്ചും കൂടെ തിക്കായിട്ട് വരച്ചേക്കുക. 2H കൊണ്ട് തന്നെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഹൗ മച്ച്? 30 mm. ഇത് ഈ ലെങ്ത് ആണ് എൻ്റെ 30 mm. സോ ദിസ് ലെങ്ത് ഈസ് ഹൗ മച്ച്? ദിസ് ലെങ്ത് ഈസ് 30 mm. ബാക്കിയൊക്കെ പതുക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, അവിടെ ഇരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഞാനിത് ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇറേസ് ചെയ്തത്. നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ഇരിക്കുന്നത് നല്ലതാണ്. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് വരച്ചിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദിസ് മച്ച് ഈസ് ഹൗ മച്ച്? സോ ദിസ് ഈസ് 30. ഓക്കെ, 30 ആണ് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം? 30 ഡിഗ്രി കോമ്പസിൽ എടുക്കുക, ഈ പോയിന്റിൽ കുത്തുക, ആർക്ക് കട്ട് ചെയ്യുക. 30 ഡിഗ്രി കോമ്പസ് എടുക്കുക, ഈ പോയിന്റ് എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക. എനിക്ക് എന്നിട്ടും ഇത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ദിസ് വൺ വിൽ ബി കംപ്ലീറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്തത്? ABCD മാർക്ക് ചെയ്തേക്കാം. സോ ദിസ് വൺ ഈസ് ABCD. ഓപ്പോസിറ്റ് ഡയഗണൽസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെൻറ്റർ പോയിന്റ് കിട്ടും. സെൻറ്റർ പോയിന്റ് ആണ് എൻ്റെ എന്ത്? OP എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യുക? AO ജോയിൻ ചെയ്യിക്കുക, BO ജോയിൻ ചെയ്യിക്കുക, CO ജോയിൻ ചെയ്യിക്കുക, DO ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ ഈ എയും Oയും OPയും Cയും ഒരു ലൈനിലായിരിക്കും, Bയും OPയും Dയും ഒരു ലൈനിലായിരിക്കും. എന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്ത് ചെയ്യുക? പ്രൊജക്റ്റ് ചെയ്യുക, മുകളിലേക്ക് പ്രൊജക്ഷൻ എടുക്കുക. ഓക്കെ, സോ ദിസ് പോയിന്റ് വിൽ ബി മൈ A. ഇതെൻ്റെ A ആയിരിക്കും. ദിസ് പോയിന്റ് വിൽ ബി എന്താണ്? ആദ്യം A അല്ല, A'. ആദ്യം കാണുന്നത് D' ആണ്, പിന്നെ കാണുന്നത് P' ആണ്, പിന്നെ കാണുന്നത് B' ആണ്. ഓക്കെ, പിന്നെ ദിസ് വൺ വിൽ ബി മൈ C. ഓക്കെ,
അതിനുശേഷം എന്ത് ചെയ്യുക, ആക്സിസ് മുകളിലേക്ക് എത്രയാണ് 60 mm ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആക്സിസ് ഞാൻ ഇവിടെ ചെയിൻ തിൻ ലൈൻ വരയ്ക്കുന്നതിന് പകരം തിക്കായിട്ട് വരയ്ക്കാൻ കാരണം എന്താണ്, DO എന്ന് പറയുന്ന ഒരു എഡ്ജും കൂടെ അവിടെ എനിക്കുണ്ട്. അപ്പോൾ എഡ്ജ് വന്നു കഴിഞ്ഞാൽ ആദ്യം എഡ്ജിനാണ് എന്ത് ഇമ്പോർട്ടൻസ് എന്ന് അറിയാം നമുക്ക്. അപ്പോൾ തിക്ക് ലൈനായിട്ട് തന്നെ വരയ്ക്കാം. എത്രയിൽ തിക്ക് ലൈൻ വരയ്ക്കാം, നമുക്ക് 60യിൽ തിക്ക് ലൈൻ വരയ്ക്കാം. സോ ദിസ് മച്ച് ഈസ് 60. ഓക്കെ, ഇതാണ് എൻ്റെ 60. എന്ത് ചെയ്യാം, ഇതിനെ O ഡാഷ് എന്ന് വിളിക്കാം. ഇനി A ഡാഷ് O ഡാഷ് ജോയിൻ ചെയ്യിക്കാം. A ഡാഷ് O ഡാഷ് ജോയിൻ ചെയ്യിക്കാം. പിന്നെയോ O ഡാഷ് C ഡാഷ് ജോയിൻ ചെയ്യും. O ഡാഷ് C ഡാഷ് ജോയിൻ ചെയ്യാം. കഴിഞ്ഞു അല്ലേ? യെസ്. അതിനുശേഷം എന്താ പറയുന്നത്, അതിനുശേഷം പറയുന്നത് കട്ടിംഗ് പ്ലെയിൻ HP-ക്ക് പെർപെൻഡിക്കുലർ ആണ്, VP-ക്ക് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം 60 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ച് വെച്ചേക്കും. ഈ ലൈൻ എനിക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, 60 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരച്ച് വെച്ചേക്കും. 60 ഡിഗ്രി. ഓക്കെ, അതിനുശേഷം 60 ഡിഗ്രിയിൽ ലൈൻ ഇങ്ങോട്ട് വരച്ച് വെച്ചേക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പെക്സിൽ കോമ്പക്സ് വെക്കുക. എന്നിട്ട് എന്താണ്, എപ്പെക്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ആക്സിസിൽ നിന്ന്, അതായത് ഇവിടെ ആക്സിസ് എന്ന് പറയുന്നത് OP എന്ന് പറയുന്നത് എപ്പെക്സുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ആ പോയിന്റ് തന്നെയാണ് അല്ലേ, കാരണം മുകളിൽ നിന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്സിസിൽ നിന്ന് എത്ര ഫ്രണ്ടിലാണുള്ളത് നോക്കുക. എത്ര ഫ്രണ്ടിലാണുള്ളത്, 5 mm ഫ്രണ്ടിലുള്ളത്. അപ്പോൾ കോമ്പസിൽ ഈ എപ്പെക്സിൽ കോമ്പസ് വെച്ചിട്ട് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണോ ഫ്രണ്ടിലുള്ളത് അത്രയും കോമ്പസിൽ എടുക്കുക. അതായത് 5 mm റേഡിയസ് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. OP സെൻറ്ററാക്കി വെച്ചിട്ട് 5 mm റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ആക്സിസിന് എത്ര മുമ്പിലാണ് ഉള്ളതെന്ന് ആദ്യം നോക്കുക. അത്രയും ഡിസ്റ്റൻസ് റേഡിയസ് വരുന്ന രീതിക്ക് OP സെൻറ്ററാക്കി വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക, റോളർ സ്കെയിൽ എവിടെ വെക്കുക, ഈ 60 ഡിഗ്രിയിൽ നമ്മൾ ചുമ്മാ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യുക, ഇതിനെ അങ്ങോട്ട് ഉന്തി കൊണ്ടുപോകുക. ഇതിനങ്ങോട്ട്, ഈ സർക്കിളിനെ അങ്ങോട്ട് ഉന്തി കൊണ്ടുപോകുക. എന്നിട്ട് എപ്പോഴാണോ എനിക്കൊരു ടാൻജൻറ്റ് ഇവിടെ വരയ്ക്കാൻ വേണ്ടി പറ്റുന്നത് അവിടെ നിർത്തുക. ഇവിടെ എപ്പോഴാണ് എനിക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റുന്നത് അവിടെ നിർത്തുക. എന്നിട്ട് ആ ടാൻജൻറ്റ് എന്ത് ചെയ്യുക, അങ്ങോട്ട് ചെയിൻ തിൻ ലൈനിൽ കംപ്ലീറ്റ് ചെയ്തേക്കാം. ചെയിൻ തിൻ ലൈനിൽ ആ ടാൻജൻറ്റ് കംപ്ലീറ്റ് ചെയ്തേക്കാം. തിക്ക് അറ്റ് ഇറ്റ്സ് എൻഡ്സ്. അതായിരിക്കും നമ്മുടെ ഇത് കട്ടിംഗ് പ്ലെയിൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വരയ്ക്കേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്യേണ്ടത്, ആദ്യം 60 ചുമ്മാ എടുത്ത് വെക്കുക. അതിനുശേഷം എത്ര ഡിസ്റ്റൻസ് ആണോ ആക്സിസിന് മുമ്പിലുള്ളത് അതിൽ റേഡിയസ് വെച്ചിട്ട് അത്രയും ഡിസ്റ്റൻസ് റേഡിയസ് എടുത്തിട്ട് എപ്പെക്സിൽ നിന്ന് ഒരു സർക്കിൾ വരയ്ക്കുക. എപ്പെക്സ് സെൻറ്ററാക്കി വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ റോളർ സ്കെയിൽ എടുത്തിട്ട് പതുക്കെ ഉന്തി ആ സർക്കിളിലേക്ക് കൊണ്ടുവരിക. ആ സർക്കിളിൻ്റെ അവിടെ മുട്ടുന്ന രീതിക്ക്, ആ സർക്കിളിൻ്റെ അവിടെ മുട്ടുന്ന രീതിക്ക് കിട്ടുന്ന ആ ഒരു ലൈനായിരിക്കും ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മുട്ടുന്ന രീതിക്ക് കിട്ടുന്ന ലൈൻ എന്ത് ചെയ്യാം, അവിടെ ചെയിൻ തിൻ ലൈനായിട്ട് വരച്ചേക്കും. ഓക്കെ, അപ്പോൾ വരയ്ക്കേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്നാണ് ഞാൻ നോക്കുക. സോ ദിസ് ഇസ് മൈ HT ഹൊറിസോണ്ടൽ ട്രേസ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് എനിക്ക് അതിൻ്റെ ട്രൂ ഷേപ്പ് കിട്ടുക. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ XY ലൈന് 60 ഇൻക്ലൈൻഡ് ആയിട്ട് ചുമ്മാ ഒരു ലൈൻ വരച്ച് വെച്ചേക്കുകയാണ്. അതിനുശേഷം എപ്പെക്സിൽ എത്ര ഡിസ്റ്റൻസ് ആണോ എപ്പെക്സിൽ നിന്നുള്ളത് എന്നുള്ളത് നോക്കുക. അത്രയും ഡിസ്റ്റൻസ് റേഡിയസ് വെച്ചിട്ട് എപ്പെക്സിൽ നിന്ന് എന്താണ് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഓക്കെ നോക്കുക. എപ്പെക്സിൽ അത്രയും ഡിസ്റ്റൻസിലുള്ള റേഡിയസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം എൻ്റെ റോളർ സ്കെയിൽ ഇവിടെ വയ്ക്കുക. റോളർ സ്കെയിൽ ഇവിടെ വെച്ചിട്ട് പതുക്കെ റോളർ സ്കെയിൽ ഞാൻ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഉന്തി കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഈ റോളർ സ്കെയിൽ എത്താനാകുമ്പോൾ എനിക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, ഈ സർക്കിളിന് മുട്ടിയില്ല എന്നൊരു ലൈൻ വരയ്ക്കാൻ വേണ്ടി പറ്റും. ആ ലൈൻ അങ്ങ് വരച്ചേക്കാം. ജസ്റ്റ് മുട്ടി എന്നുള്ള രീതിക്കുള്ള ഒരു ലൈൻ, അതാണ് ആ സർക്കിളിൻ്റെ ടാൻജൻറ്റ്, ആ പോയിന്റിലുള്ള ടാൻജൻറ്റ്. ഓക്കെ, അതിനെങ്ങനെ വരയ്ക്കുക, ചെയിൻ തിൻ ലൈനിൽ വരയ്ക്കുക. അപ്പോൾ അതായിരിക്കും എന്ത് കട്ടിംഗ് പ്ലെയിൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണ് നമ്പർ, ഓരോന്ന് നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പം AD എന്ന് പറയുന്നതിനെ കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ, വേറെ കളറിലെടുക്കാം നമുക്കത്. AD എന്ന് പറയുന്നവനെ ഇവിടെ മുട്ടുന്നു അല്ലേ. സോ ദിസ് ഇസ് 1. AD എന്ന് പറയുന്ന കട്ടിംഗ് പ്ലെയിൻ ഇവിടെ മുട്ടുന്നു, അതിനെ 1 എന്ന് കൊടുത്തു അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ADക്ക് ആണ് 1 ഉള്ളത്. ഓക്കെ, പിന്നെയോ നേരെ വന്നു ഇവിടെ മുട്ടുന്നുണ്ട് അല്ലേ, ഇവിടെ ഇതിനെ മുട്ടുന്നത് 2. ODക്ക് മുട്ടുന്നുണ്ട്, ODക്ക് ആണെന്നുള്ളത് 2 ഉള്ളത്. പിന്നെയോ നേരെ വന്ന് ഇവിടെ മുട്ടുന്നുണ്ട്, OCയെ മുട്ടുന്നുണ്ട്, OCക്ക് എനിക്ക് 3 ഉണ്ട്. പിന്നെ നേരെ ഇവിടെ മുട്ടുന്നുണ്ട്, അതേതാണ് BCക്ക് എനിക്ക് 4 ഉണ്ട്. സോ ദിസ് ഇസ് മൈ 3 ആൻഡ് ദിസ് ഇസ് മൈ 4. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, നേരത്തെ താഴത്തേക്ക് പ്രൊജക്ട് ചെയ്തതിന് വരെ ഇപ്പോൾ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 1 ഏത് വരെ പോകണം, 1AD വരെ പോകണം. AD ഏതാണ്, പുറത്ത് കാണുന്ന തിക്ക് ലൈനാണ്. അപ്പോൾ 1AD വരെ പോകണം. 1 ഇങ്ങോട്ട് കൊണ്ടുപോവാം, മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുക. പ്രൊജക്ട് ചെയ്ത് AD എന്ന് പറയുന്ന പോയിന്റ് വരെ എത്തിച്ചു. ഇതാണ് 1'. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇനി 2 എന്ന് പറയുന്ന പോയിന്റ് മുകളിലേക്ക് എടുക്കുക. പറ്റുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? 2 എന്ന് പറയുന്ന പോയിന്റ് ഒരു മുകളിലേക്ക് ഞാൻ എടുക്കുമ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റ് മുകളിലേക്ക് എടുക്കുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു കട്ടിംഗ് പോയിന്റ് എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനോട് ഇവിടെ നേരത്തെ ചെയ്ത പ്രൊസീജിയറിന് റിവേഴ്സ് ഇവിടെ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, നേരത്തെ മുകളിൽ നിന്ന് താഴേക്കാണെങ്കിൽ ഇത് താഴ്ന്ന മുകളിലേക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, 3 എടുക്കുക. 3 എവിടെയാണ്? OCയിലാണ്. അപ്പോൾ 3ന് നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുക. 3 നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. എന്താണ്? OCയിൽ കിട്ടി. OCയിൽ കിട്ടി. നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാണ്. നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. OCയിൽ കിട്ടി. സോ ദിസ് ഇസ് മൈ 3. ഇനി 4നെ ഞാൻ പ്രൊജക്ട് ചെയ്യുന്നതിലേക്ക് BCയിലേക്ക് 4നെ പ്രൊജക്ട് ചെയ്തു. ദിസ് ഇസ് മൈ 4 ഓർ ബെറ്റർ 4', 3'. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഒന്ന് റിവേഴ്സ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റ് താഴെയുള്ള പോയിന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, എനിക്കിവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. എപ്പോഴും അത് ആദ്യം ചെയ്യേണ്ട ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടോ? ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട് എങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഡ്ജ് ഏതാണ്? ആ എഡ്ജ് OC ആണ് എഡ്ജ്. ആ OC എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ XY ലൈനിന് പാരലായിട്ട് ഒരു എഡ്ജ് ഇരിക്കുന്നുണ്ട് എങ്കിൽ ആ എഡ്ജ് ട്രൂ ലെങ്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ എഡ്ജിലേക്ക് എനിക്ക് പ്രൊജക്ട് ചെയ്താൽ മതി. പുതിയ ലൈൻ ഞാൻ നേരത്തെ വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സർക്കിളിൻ്റെത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു എഡ്ജ് എനിക്കുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു എഡ്ജ് എനിക്കുണ്ടായിരുന്നു. സേ ദിസ് ഇസ് O ആൻഡ് ദിസ് ഇസ് E. OE എന്ന് പറയുന്ന ഒരു എഡ്ജ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന OE എന്ന് പറയുന്ന ഈ എഡ്ജിൻ്റെ ട്രൂ ലെങ്ത് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്, ഈ കേസിൽ ഈ OCയും എന്താണ്, ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ അങ്ങനെ ട്രൂ ലെങ്ത് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ E1' എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം വരയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ശരിക്കും ട്രൂ ലെങ്ത് കാണാൻ വേണ്ടിയിട്ടാണ് 1'ഉം 2' ഒക്കെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ട്രൂ ലെങ്ത് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ലെങ്ത് എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അത് ട്രൂ ലെങ്ത് ആയതുകൊണ്ടാണ്. ട്രൂ ലെങ്ത് അല്ല എങ്കിൽ, അതായത് ഇപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, ഈ സാധനം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ XY ലൈൻ ഈക്വൽ ഇംഗ്ലൈനിന് പകരം XY ലൈനിന് പാരലെന്നോ മറ്റോ ആയിട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഇവിടെ എനിക്കൊരു പിരമിഡ് കിട്ടുമായിരുന്നു. ഇതിൻ്റെ പ്രൊജക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ എനിക്കൊരു പിരമിഡ് കിട്ടുമായിരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്ത പ്രൊസീജിയർ പ്രകാരം ഓക്കെ, ഇപ്പോൾ ഈ പോയിന്റിനെയാണ് കട്ട് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഇതിനെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ ട്രൂ ലെങ്ത് ഒക്കെ ഞാൻ കാണേണ്ടിയിരുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ട്രൂ ലെങ്ത്. ഇങ്ങനെ ഇത് ഈ പോയിന്റ് എടുക്കുന്നതായിരിക്കും അതിൻ്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. സേ ദിസ് ഇസ് C1 ആൻഡ് ദിസ് ഇസ് C1'. അപ്പോൾ OC1' ആയിരിക്കും ട്രൂ ലെങ്ത്. ഓക്കെ, കാരണം എന്താ, ഇത് ട്രൂ ലെങ്ത് അല്ല. OC എന്ന് പറയുന്നത് എന്തല്ല, ട്രൂ ലെങ്ത് അല്ല. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇവിടെ എനിക്ക് XY ലൈനിന് പാരലായിട്ടൊരു എഡ്ജ് ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ എനിക്ക് XY ലൈനിന് പാരലായിട്ടൊരു എഡ്ജ് ഇല്ലേ, ഏതാണ്? OC ഉണ്ട്, OA ഉണ്ട്. അപ്പോൾ ഈ OA എന്ന് പറഞ്ഞതും ട്രൂ ലെങ്ത് ആയിരിക്കും, O'C' എന്ന് പറയുന്നതും ട്രൂ ലെങ്ത് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ XY ലൈനിന് പാരലായിട്ടൊരു എഡ്ജ് ഉണ്ട് എങ്കിൽ അതിൻ്റെ മുകളിലുള്ള പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു ലൈൻ വരയ്ക്കേണ്ട കാര്യം അവിടെ കുറഞ്ഞ് കിട്ടി എന്ന്. ഓക്കെ, കഴിഞ്ഞ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ എക്സ്ട്രാ വരയ്ക്കേണ്ട ലൈൻ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണണം നിങ്ങൾ. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 2 എന്ന് പറയുന്ന പോയിന്റ് എനിക്കറിയാം അല്ലെ. ആ 2നെയാണ് എനിക്ക് കിട്ടാത്തത്.
പോയിന്റ് മാർക്ക് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒ സെൻറ്റർ ആക്കി വെച്ചിട്ട് ഒ പി സെൻറ്റർ ആക്കി വെച്ചിട്ട് O2 റേഡിയസിൽ ഞാനൊരു ആർക്ക് കട്ട് ചെയ്യാണ്. ഓക്കെ, ഒ സെൻറ്റർ ആക്കി വെച്ചിട്ട് O2 റേഡിയസിൽ ഒരു ആർക്ക് കട്ട് ചെയ്യാണ്. ഏതിലേക്ക്? XO ലൈനിന് പാരലായിട്ടുള്ള ആ ലൈനിലേക്ക് അല്ലെങ്കിൽ ആ എഡ്ജിലേക്ക് ഞാനൊരു ആർക്ക് കട്ട് ചെയ്തു. ക്ലിയർ ആണോ അത്? അപ്പോൾ അങ്ങനെ ആർക്ക് കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അതാണ് എന്ത്, എൻ്റെ 2-1 എന്ന് പറയുന്നത്. അതാണ് എൻ്റെ 2-1. അപ്പോൾ ഈ പോയിന്റാണ് എന്ത്, 2-1 എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം, നേരത്തെ പോലെ തന്നെ ഇവനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഇവനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, ഏത് വരെ പ്രൊജക്റ്റ് ചെയ്യുക? ഈ ലൈൻ വരെയാണോ? അല്ല, ട്രൂ ലെങ്ത് വരെ നേരെ മുകളിലേക്ക് കൊണ്ടുപോകാം. ഇവൻ എന്ത് ചെയ്യുക, ട്രൂ ലെങ്ത് വരെ ഇവന് ഞാൻ എന്ത് ചെയ്യാണ്, മുകളിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ട്രൂ ലെങ്ത് വരെ ഇവന് ഞാൻ പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ട്രൂ ലെങ്ത് വരെ പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ മുകളിലെത്തി. ഓക്കെ, ക്ലിയർ ആക്കിയൊക്കെ അത്. പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ മുട്ടി. ഓക്കെ, ഇവനാണ് എന്ത്, എൻ്റെ 2-1 എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. ഓക്കെ, സോ ദിസ് ഇസ് മൈ 2-. ക്ലിയർ ആണല്ലോ അത്? 2- കണ്ടെത്തി ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്തു, 2 എന്ന് പറയുന്ന പോയിന്റാണ് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. OP സെൻറ്റർ ആക്കി വെച്ച് O2 റേഡിയസിൽ ഒരു ആർക്ക് കട്ട് ചെയ്തു. XO ലൈനിന് ഏത് പാരലായിരിക്കുന്ന രീതിക്ക്. അത് വേണമെങ്കിൽ ഇപ്പുറത്തേക്കും കട്ട് ചെയ്യാം. ഏത് OCയിലേക്ക് തന്നെ കട്ട് ചെയ്യണമെന്നില്ല, Oയിലേക്കും കട്ട് ചെയ്യാം. ആ ഭാഗത്തേക്ക് വരുന്നേ ഉള്ളൂ. എന്തായാലും കിട്ടുന്ന 2- എന്ന് പറയുന്ന പോയിന്റ് ഇത് തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. XO ലൈൻ നിർത്തിയോ? XO ലൈൻ നിർത്തിയില്ല. XO ലൈൻ നിർത്തുന്നത് നമ്മൾ ട്രൂ ലെങ്ത് കാണാൻ വേണ്ടിയാണ്. ട്രൂ ലെങ്ത് അല്ല, പോയിന്റ് കാണാൻ വേണ്ടത്. നേരെ ട്രൂ ലെങ്ത്തിലേക്ക് കൊണ്ടുപോയി. ട്രൂ ലെങ്ത്തിലേക്ക് കൊണ്ടുപോയതിന് ശേഷം എന്താണ്, 2- നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന 2- ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് 2-1 കണ്ടു. അതിന് നേരെ താഴത്തേക്ക് പ്രൊജക്ട് ചെയ്തു. ഹൊറിസോണ്ടൽ ലൈൻ XO ലൈനിന് പാരലായിരിക്കുന്ന ലൈനിൽ മീറ്റ് ചെയ്തിട്ട് ആർക്ക് കട്ട് ചെയ്തിട്ട് 2 എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്ന രീതിയാണ് നേരത്തെ കണ്ടത്. ഇവിടെ തിരിച്ചു വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 2- എന്ന് പറയുന്ന പോയിന്റും കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം ജോയിൻ ചെയ്യിക്കുക. അവന്മാർ ആരെ, 1- 2- ജോയിൻ ചെയ്യിക്കുക. സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ഇതൊരു പിരമിഡാണ്. 2- 3- ജോയിൻ ചെയ്യിക്കുക. 3- 4- ജോയിൻ ചെയ്യിക്കുക. 4- 1- ജോയിൻ ചെയ്യിക്കുക. ക്ലിയർ ആണല്ലോ അത്? ഇപ്പോൾ 1- 2- ജോയിൻ ചെയ്യിച്ചു. 2- 3- ജോയിൻ ചെയ്യിച്ചു. ഓക്കെ, പിന്നെയോ ഇതൊക്കെ തിക്കിലായിട്ട് വരയ്ക്കണം കേട്ടോ. 3- 4- ജോയിൻ ചെയ്യിച്ചു. 3- 4- ജോയിൻ ചെയ്യിച്ചു. പിന്നെയോ 4-1 ജോയിൻ ചെയ്യിച്ചു. ഇനിയോ അപ്രോക്സിമേറ്റ്ലി 45 ഡിഗ്രിയിൽ 3 mm ഗ്യാപ്പിൽ എന്ത് ചെയ്യുക, ഹാച്ച് ചെയ്യിക്കുക. അപ്രോക്സിമേറ്റ്ലി 45 ഡിഗ്രി 3 mm ഗ്യാപ്പിൽ ഹാച്ച് ചെയ്യിക്കുക. സോ ദിസ് ഇസ് മൈ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എല്ലാം കിട്ടി. അപ്പോൾ ടോപ്പ് വ്യൂ കിട്ടി, സെക്ഷണൽ ഫ്രണ്ട് വ്യൂവും എനിക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രൂ ഷേപ്പ് വരയ്ക്കണം. ഓക്കെ, എന്ത് വരയ്ക്കണം, എനിക്ക് ഇതിൻ്റെ ട്രൂ ഷേപ്പ് വരയ്ക്കണം. ക്വസ്റ്റ്യൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഇത് ഡാറ്റ തന്നിട്ടേ ഉള്ളൂ. എന്താ വരയ്ക്കണം, എന്തൊക്കെ കാണേണ്ടത് ഇവിടെ, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ട്രൂ ഷേപ്പ് ഓഫ് സെക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ കിട്ടി, ടോപ്പ് വ്യൂ കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ എന്ത് കട്ടിംഗ് പ്ലെയിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. നേരത്തെ മുകളിലേക്ക് വരച്ചു, ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് വരയ്ക്കുന്നു. ആ ലൈൻ നമുക്ക് നേരത്തെ ഇവിടെ ഇല്ലേ, ഈ പറഞ്ഞിരിക്കുന്ന 60 ഡിഗ്രി അതിന് ഇതിന് പാരലായിട്ടുള്ള സെക്ഷണൽ പ്ലെയിന് പാരലായിട്ടുള്ള ലൈൻ അല്ലേ. അപ്പോൾ അതാ പറഞ്ഞത് നമുക്ക് പിന്നെയും ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ഞാൻ വിളിക്കണം, ഈ ലൈൻ ഇതിൻ്റെ മുകളിൽ കൂടി ഒരു ലൈനും കൂടെ വരച്ച്, മുകളിൽ കൂടെ തന്നെ ഒരു ലൈൻ വരച്ചിട്ട് ഇത് ഞാൻ എന്ത് വിളിച്ചു, x1 y1 എന്ന് വിളിച്ചു. അല്ലെങ്കിൽ ആ ലൈനിൽ തന്നെ x1 y1 എന്ന് വിളിക്കാം. ഓക്കെ, x1 y1 എന്ന് വിളിച്ചു. ഇനി എന്ത് ചെയ്യുകയാണ്, നമ്മൾ കട്ടിംഗ് പ്ലെയിനുകൾ അല്ലെങ്കിൽ കട്ടിംഗ് പോയിന്റ്സുകൾ XY ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിന് നമ്മൾ പേര് കൊടുക്കണം അല്ലേ. നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്ന നേരത്തെ 1 മീറ്റ് ചെയ്യുന്നതിനെ R എന്ന് വിളിച്ചു, XY ലൈൻ ഈ പോയിന്റിനെ R എന്ന് വിളിച്ചു. 2 മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ
ഓക്കെ, ഇതിൽ 2 എന്ന് പറയുന്നത് അല്ലേ, 2 ഡാഷ് 2 മീറ്റ് ചെയ്യുന്ന ഇതിനെ എസ് എന്ന് വിളിച്ചു, 3 മീറ്റ് ചെയ്യുന്ന ഇവനെ ടി എന്ന് വിളിച്ചു, 4 മീറ്റ് ചെയ്യുന്ന ഇവനെ യു എന്ന് വിളിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാണ്, ഞാൻ ഇതിൽ നിന്ന് പെർപെൻഡിക്കുലേഴ്സ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഒന്നാമത്തെ പെർപെൻഡിക്കുലർ, രണ്ടാമത്തെ പെർപെൻഡിക്കുലർ, മൂന്നാമത്തെ പെർപെൻഡിക്കുലർ, നാലാമത്തെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് മൈ 1 നിന്ന് വരുന്നത് 6, 2 നിന്ന് വരുന്നത് എസ്, 3 നിന്ന് വരുന്നത് ടി, 4 നിന്ന് വരുന്നത് യു. നേരത്തെ അതേ പ്രൊസീജിയർ, എക്സ് വൈ ലൈനിൽ നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് ആർക്ക് എടുത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് 1, കാരണം എക്സ് വൈ ലൈനിൽ തന്നെയാണ് 1 ഉള്ളത്. പിന്നെയോ എക്സ് വൈ ലൈനിൽ നിന്ന് എസ് എന്ന് 2 ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്യുക. എക്സ് വൈ ലൈനിൽ നിന്ന് എസ്സിൽ നിന്ന് 2 ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ആർക്ക് കട്ട് ചെയ്തു. അതാണ് 2 എന്ന് പറയുന്നത്. ഇനി ടിയിൽ നിന്ന് 3 ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ബേസുകളെല്ലാം എക്സ് വൈ ലൈനിലാണ് ഉള്ളത്, അതുകൊണ്ട് 2 പോയിന്റ് ഇല്ലാത്തതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ബേസ് എക്സ് വൈ ലൈനിൽ അല്ലെങ്കിൽ 2 പോയിന്റ് ഉണ്ടായേനെ. ഓക്കെ, അപ്പോൾ ടിയിൽ നിന്ന് 3യിലേക്ക് എടുക്കുക, ടിയിൽ നിന്ന് 3യിലേക്ക് ആർക്ക് എടുത്തു, കട്ട് ചെയ്തു. അപ്പോൾ ടിയിൽ നിന്ന് 3യിലേക്ക് ഒരു ആർക്ക് എടുത്തു, കട്ട് ചെയ്തു, 3യിലേക്ക് ഒരു ആർക്ക് എടുത്തു, കട്ട് ചെയ്തു. അതാണ് 3 എന്ന് പറയുന്ന പോയിന്റ്. പിന്നെ യുവിൽ നിന്ന് 4ലേക്ക് ഒരു ആർക്ക് എടുക്കണോ? ആർക്ക് എടുക്കേണ്ട ആവശ്യമില്ല, യു തന്നെയാണ് 4 എന്ന് പറയുന്ന പോയിന്റ്. എന്ത് ചെയ്യുക, ഇവനെ ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ 1 to 2 ജോയിൻ ചെയ്യിച്ചു, 2 to 3 ജോയിൻ ചെയ്യിച്ചു, 3 to 4 ജോയിൻ ചെയ്യിച്ചു. ഓക്കെ, അതിനൊന്ന് ഡാർക്കൺ ചെയ്തേക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 1 to 3 നമ്മൾ ജോയിൻ ചെയ്യിച്ചു, 1 to 2 ജോയിൻ ചെയ്യിച്ചു, 2 to 3 ജോയിൻ ചെയ്യിച്ചു, 3 to 4 ജോയിൻ ചെയ്യിച്ചു, 4 to 1 ജോയിൻ ചെയ്യിച്ചു. എന്ത് ചെയ്യണം, അപ്രോക്സിമേറ്റ്ലി 45 ഡിഗ്രിയിൽ 3 mm ഗ്യാപ്പിൽ ഹാച്ച് ലൈൻസ് കൊടുക്കുക. ഓക്കെ, ഹാച്ച് ലൈൻസ്. അപ്പോൾ ഇതാണ് എന്താ ട്രൂ ഷേപ്പ്. അപ്പോൾ എന്തായിട്ടുണ്ട്, ഞാൻ വരച്ചത് എന്തൊക്കെയാണ്, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ വരച്ചു, പിന്നെയോ ടോപ്പ് വ്യൂ വരച്ചു, പിന്നെയോ ട്രൂ ഷേപ്പ് വരച്ചു. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അതൊക്കെ കാണുക ഈ വീഡിയോ.